ഉർവശി മാമായിട്ട് തോന്നുന്നു. എന്നുവെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് മാമിൻ്റെ. അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസസ് ആണ്. ഞാൻ എൻ്റെ നെഞ്ചിൻ്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല ഞാൻ സിനിമ കണ്ടിട്ട്. പക്ഷേ ചേച്ചി എന്താ പറയുക, നമുക്കറിയാം ഓരോ സിനിമയിലും പലതരത്തിലുള്ള പെർഫോമൻസ് തരുന്ന ഒരാളാണ്. സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ ഏകദേശം ഒരേ ഇമോഷനാണ്. എത്ര വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാലും ചേച്ചിന് ബീറ്റ് ചെയ്യാൻ ആരുമില്ല എന്ന് പറയുന്ന സാധനം. അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്ന തലത്തിലുള്ള ഒരു പെർഫോമൻസ് ചേച്ചി ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോഴുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് അത് ആക്ടേഴ്സ് കണ്ടു പഠിക്കേണ്ട മാസ്റ്റർ ക്ലാസ്സാണ്. ചേച്ചിയുടെ പെർഫോമൻസ് മാസ്റ്റർ ക്ലാസ്സാണ്, ലിറ്ററലി മാസ്റ്റർ ക്ലാസ്സാണ്. ഈ പറയുന്ന പോലെ ആളുകൾ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു ഭയങ്കര മനോഹരമായിട്ടുള്ള സിനിമയാണ്. ഒരു സംവിധായകൻ എന്ത് പറയാൻ നമ്മൾ ആഗ്രഹിച്ചു. ഞാൻ ഓൾറെഡി ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടാണ് സിനിമ നടക്കുന്നതിന് മുമ്പ്. പക്ഷെ ഭയങ്കര ഇൻറ്റൻസാണ് സിനിമ, ഭയങ്കര ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാർവതീനെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പറയുന്നത് പ്രശാന്ത് മൈൻഡ് ബ്ലോയിങ് ആണ്. അർജുൻ അങ്ങനെ ഒരു 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 4-5 ഗുഡ് ആക്ടേഴ്സും കിടില സ്ക്രിപ്റ്റും പെർഫോമൻസസും ഭയങ്കര പരിപാടിയാണ്. അതായത് ഈ സിനിമയ്ക്ക് വേണ്ട ഒരു പേസ് ഉണ്ട്, ആ പേസിലെ സിനിമ പോയിട്ടുള്ളൂ. പക്ഷേ നമ്മളെ ഈ പെർഫോമേഴ്സ് തകർക്കും കൂടി അതൊരു മാറ്റം ഉണ്ടാവുമോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ മുമ്പും സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകൾ വന്നിട്ടുണ്ട് ഇവിടെ. ചില സമയത്തില്ല, ചില സമയത്തുണ്ട്. ഇത് ഉറപ്പായിട്ടും സ്ത്രീ പ്രാധാന്യം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുറേ പടങ്ങളുണ്ട്. അതെ, ഗഗനചാരി എന്ന് പറഞ്ഞിട്ട് ആനവാസിൻ്റെ ഒരു സിനിമ വരുന്നുണ്ട്, ദർശനയുടെ ഒരു സിനിമ പാരഡൈസ് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സിനിമകളുണ്ട്. ചില സമയത്ത് നമുക്ക് അങ്ങനെ തോന്നും, അത്രേ ഉള്ളൂ. അതൊരു കനീനോട് വർക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അങ്ങനെ എഴുതിയിട്ടില്ല ഒരിക്കലും. അതാണ് നമുക്ക് ചില സമയത്ത് ആഗ്രഹം തോന്നും. അതെ, അതാണ് എല്ലാവരും പോയി കാണണം. അത്രയും സൂപ്പർ ഉർവശി മാമായിട്ട് തോന്നുന്നു. എന്നുവെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് മാമിൻ്റെ. എല്ലാ ആക്ടേഴ്സും വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് കാണാതെ പോകുന്ന ഒരു നഷ്ടമായിരിക്കും. അതുപോലെ സിനിമ നമ്മളെ ശരിക്കും ഉള്ളിൽ തൊടും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു എനർജറ്റിക് ആയിട്ട് ഇറങ്ങാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും കാണുക. സിനിമകളെ പറ്റി പറയാറ് എത്രത്തോളം ലോക്കലായിട്ട് നമ്മൾ കഥ പറയുന്നു അത്രത്തോളം നമ്മൾ ഇന്റർനാഷണൽ ആവുകയാണ് എന്നുള്ളത് ഉള്ളവർക്ക് ഒരിക്കൽ കൂടി അത് പ്രൂവ് ചെയ്യണോ? ഉറപ്പായിട്ടും, തീർച്ചയായും. എക്സാക്ട്ലി ഇപ്പം പറഞ്ഞു തന്നെയാണ്. എനിക്ക് എത്ര റീജിയണലായിട്ടാണ് നിൽക്കുമ്പോഴും ആ സിനിമ ലോകം മുഴുവൻ സംസാരിക്കുന്ന, എല്ലാ നാട്ടുപ്രദേശങ്ങളോടും എല്ലാ ആൾക്കാരും സംസാരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഉറപ്പായിട്ടും ഈ സിനിമയുടെ അവസാനം ചേച്ചിയും പാർവതിയും കൂടെ ഒരുമിച്ച് ഒരു തോണിയിലിരുന്ന് പോകുന്നൊരു ഷോട്ടുണ്ട്. ആ സമയത്ത് എല്ലാവരും ആൺപെൺ വ്യത്യാസം ഇല്ലാതെ കൈയടിക്കുകയാണ്. അതൊക്കെ തന്നെയല്ലേ നമ്മളെല്ലാവരും സ്വപ്നം കാണേണ്ട സിനിമ കാണും. അന്ന് കാണും. ഞാൻ നമ്മളത് ഇപ്പോഴേ പറയണല്ലോ, സിനിമ കാണുമ്പോൾ എന്താ അനുഭവിക്കണമെന്ന് ഞാൻ പറയണില്ല. ഉറപ്പായിട്ടും നമുക്കൊരു മുമ്പോട്ട് ജീവിക്കാനൊരു ഹോപ്പുണ്ട്. മനുഷ്യർക്ക് അനുകമ്പം ഉണ്ടാവണമെന്നും സ്നേഹം ഉണ്ടാവണം എന്നൊക്കെയാണല്ലോ ആഗ്രഹം. അത് ശരിക്കും തോന്നുന്നത് ഒരു കഥയും അതുപോലെ ഇരിക്കുന്നു, ബ്യൂട്ടിഫുള്ളായിട്ട് അഭിനയിച്ചിരിക്കുന്നു. പറയാൻ വാക്കുകളില്ല. ഉർവശി ചേച്ചി എന്നുള്ള സൂപ്പർ ആക്ടറിനെ എങ്ങനെയാ ഒരു വാക്കിലൊന്ന് പറയാമോ? ഒന്നും പറയാനില്ല. എനിക്ക് അവർ സ്ക്രീനിൽ കണ്ടു പറയുമ്പോൾ സ്ക്രീൻ വരുമ്പോൾ തന്നെ ഇത്രയും മനോഹരമായിട്ട് അവരെ എനിക്കറിയില്ല. അഭിനയിച്ചിട്ടില്ല. ആ സിനിമയിൽ ഞാനുണ്ടായിരുന്നു, പക്ഷെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് ഞാൻ വിചാരിച്ചില്ല ചേച്ചിയോട് ഒരു ഫുൾ ലെങ്ത് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ച് അങ്ങനെ വിട്ടു. അതാണെന്ന് തോന്നുന്നു മാനിഫെസ്റ്റേഷൻ. ആലോചിച്ചിട്ട് വിടണം പോലും, അതുകൊണ്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ അവരുടെ കാലിബറോ അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രേറ്റ്നെസ് ഒന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും നമുക്ക് വേണമെങ്കിൽ ലോക സിനിമയ്ക്ക് നമുക്ക് ഇങ്ങനെ ആക്ടർ ഉള്ളത് കാണിക്കാൻ പറ്റാവുന്ന ഒന്നല്ലേ ഉള്ളൂ. നമ്മൾ ഇത്രയും കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പാടില്ലേ ഒരു ചേച്ചിയുടെ സിനിമകൾ കാണാൻ. വി ഹാവ് മിസ്ഡ് ഇറ്റ്. സോ ഐ ഹോപ്പ് എവരിബഡി ഗോസ് ആൻഡ് വാച്ചസ് ദ ഫിലിം ആൻഡ് സപ്പോർട്ട്സ് ഇറ്റ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ഫിലിം. ആളുകൾ വീണ്ടും പാർവതിയുടെ എന്താ പറയുക ആക്ടിങ്ങിനെ പറ്റിയിട്ടും ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന വേഗസിനെ പറ്റിയിട്ടൊക്കെ വീണ്ടും ഉള്ളതിൻ്റെ റിലേഷൻഷിപ്പൊക്കെ സംസാരിക്കുന്നു. ഞാൻ എൻ്റെ നെഞ്ചിൻ്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല ഞാൻ സിനിമ കണ്ടിട്ട്. പക്ഷെ ഐ എം സെയിങ് നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഫിലിംസിന് എപ്പോഴും നമ്മുടെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ആ വിശ്വാസം എന്തായാലും ഉണ്ട്. സോ എവരിബഡി ഗോ ആൻഡ് വാച്ച് ദ ഫിലിം ആൻഡ് വിൽ സീ ദ സിനിമസ്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചേച്ചിയുടെയും പറഞ്ഞ ചേച്ചിയുടെയും ഭയങ്കര അതിഗംഭീര പെർഫോമൻസാണ്. കുറേ ഇഷ്യൂസും അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫ്ലഡിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായ ഒരു സിനിമയാണ്. കാരണം ഇങ്ങനെ ഇത്രയും ഫ്ലഡ് പുതുമൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്തതെന്ന് തന്നെ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടറുണ്ട് അതിൻ്റെ പുറത്ത്. നല്ല പെർഫോമൻസും ഇതൊക്കെ
ആയിട്ട് കാണാൻ പറ്റും, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു ഗ്രേറ്റ്നെസ് ഉണ്ടല്ലോ അത് മൊത്തത്തിൽ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തോന്നി. ഉർവശി ചേച്ചിയുടെ എന്താ പറയുക, നമുക്കറിയാം ഓരോ സിനിമയിലും പല തരത്തിലുള്ള പെർഫോമൻസ് തരുന്ന ഒരാളാണ്. സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ ഏകദേശം ഒരേ ഇമോഷനാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അതും ചേച്ചിയുടെ പെർഫോമൻസിൽ നമുക്ക് അതിൻ്റെ ഒരു ഒരുപാട് വേരിയേഷൻസ് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഓരോ നമുക്കറിയാം ഒരേ ഇമോഷൻ പിടിച്ച് ചെയ്യുമ്പം ഇത്തിരി പാടാണ്. അപ്പോൾ ഓരോ സീനിലും അതിങ്ങനെ വ്യത്യാസമായിട്ട് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് ചേച്ചിയുടെ കഴിവ്. കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഇന്ത്യൻ സിനിമയിൽ എല്ലാ ഫൈൻ വർക്കിലും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ളൊഴുക്കിൽ ഉർവശി, പാർവതി, ഇപ്പോൾ ബി ഇമാജിനസ് ലൈറ്റിൽ നിങ്ങൾ രണ്ടുപേരും അസിസ്റ്റുണ്ട് ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന വ്യത്യസ്ത ജോണറുകളിലൊക്കെ സ്ത്രീകളുണ്ട്, ഗഗനചാരിയിൽ ഉൾപ്പെടെ അനാർക്കലി ഉണ്ട്. അതൊരു വലിയ മുന്നേറ്റമായിട്ട്, അതൊരു വലിയ മാറ്റമായിട്ട് തോന്നുന്നുണ്ടോ? 90s പടം എടുത്താലും സ്ത്രീകളുണ്ടായിരുന്നു, എല്ലാ കാലത്തും സ്ത്രീകളുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്നതാണ് തോന്നണേ. പക്ഷെ ഞാനിപ്പോൾ ഈ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് അതിൻ്റെ ഇമോഷണലായി കാര്യമാണ്. എല്ലാവരും സിനിമ കാണണം. അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസസ് ആണ്, ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. എനിക്ക് കുറച്ച് ദിവസം എടുക്കുമെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ഇമോഷൻ ഒന്ന് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉർവശി ചേച്ചി എന്ന പാഠപുസ്തകത്തെ പറ്റി എന്താ തോന്നുന്നത്? ആക്ടിങ് സ്കൂൾ ഒന്ന് കാണാൻ, കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ട്. വന്നിട്ടില്ല എന്ന് തോന്നുന്നു.